നമുക്കിപ്പം നോബൽ മാരിക്കാരൻ പ്രയാഗ്രാജിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. നോബൽ, ഗുഡ് ഈവനിങ് നോബൽ. അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ ഇപ്പോഴെങ്ങനെയാണ്, നേരത്തെ എങ്ങനെയായിരുന്നു, നമ്മൾ അവിടെ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? മാത്രമല്ല, ഈ രണ്ടിടങ്ങളിലായിട്ടാണ് അപകടം നടന്നതെന്ന് പറയുന്നു. നോബലിന് ആ സ്ഥലത്തേക്ക് പോകാൻ സാധിച്ചിരുന്നു? അരുൺ, ഗുഡ് ഈവനിങ്. എന്താണെങ്കിലും പ്രയാഗ്രാജിൽ ഇന്നിപ്പോൾ കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് പോയി എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് ഇന്ന് ആളുകൾ വളരെ സമാധാനപൂർവ്വം വരികയും അതിനുശേഷം അവർ സ്നാനം നടത്തി മടങ്ങുകയും ചെയ്തിട്ട് മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിരുന്നു. ഇന്ന് അവിടെ വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ല. സമാധാനപരമായി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ ജാഗ്രത ഈ വിഷയത്തിൽ ഈ അപകടത്തിന് പിന്നാലെ സർക്കാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും ഏറ്റെടുത്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു കൃത്യമായ രീതി ഇന്ന് പ്രകടമായി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കുംഭമേളയ്ക്ക് വൈകുന്നേരം ആയതുകൊണ്ട് നേരെ തിരക്ക് കുറവുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്ന് വലിയ തിരക്കായിരുന്നു. നിരവധി തീർത്ഥാടകരാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് എത്തി തീർത്ഥാടനം നടത്തി മടങ്ങിയത്. മലയാളികൾ അടക്കമുള്ളവർ ഇവിടെ എത്തി തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയും ചെയ്തു. പാലക്കാട് സ്വദേശികൾ ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹം നമ്മളെ കണ്ട് റിപ്പോർട്ടർ TV അല്ലേ എന്ന് ചോദിച്ചു വന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു തീർത്ഥാടനം? നല്ല സന്തോഷമായി. ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ടല്ല, ഇനിയിപ്പോൾ വരാനും കഴിയില്ല. നല്ല സന്തോഷം. തിരക്കുണ്ടായിരുന്നില്ല. ഇന്നലത്തെ ഒരു കണ്ടീഷനല്ല ഇന്ന് വരുന്നത്. എൻ്റെ ഒരു പ്രസാദം എന്നാണ്, പാലക്കാടാണ് സ്വദേശം. ഇത് നമ്മുടെ ചതിരിയിൽ തന്നെ, ഞങ്ങളുടെ നാട് പാലക്കാടാണ്. ചതിരിയിൽ തന്നെ ഇന്ന് ഉള്ളൊരു നമ്മുടെ ശാന്തിക്കാരനാണ്. ഒന്നുമില്ല. നല്ല പെട്ടെന്ന് പോയിട്ട് വരാനും പറ്റും. പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റി. ആൾക്ക് നല്ലപോലെ ഇവിടുത്തെ സ്ഥലങ്ങൾ, ഇവിടുത്തെ ആളാണ്, നല്ലപോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അത് കാരണം നല്ലപോലെ ദർശനവും കിട്ടി. ഇവിടെ ഒരു മാതാവിൻ്റെ അമ്പലം ഉണ്ടായിരുന്നു, അവിടെയും പോയി നല്ല തൊഴുതു. പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നത് വ്യക്തമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. കാരണം കൃത്യമായ തരത്തിൽ ഒരു സജ്ജീകരണവും ഉണ്ടാകാത്തതാണ് ഈ അപകടത്തിന് കാരണം എന്ന പ്രതിപക്ഷം ആദ്യഘട്ടത്തിൽ തന്നെ വിമർശനം ഉന്നയിച്ചു. അതിന് പിന്നാലെ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഫുട്ബോൾ താരം CK വിനീത് അടക്കമുള്ളവർ വ്യക്തമാക്കിയത് VVIPകൾക്ക് മാത്രമാണ് വലിയ പരിഗണന നൽകിയത്, സാധാരണ എത്തുന്ന ആൾക്ക് വലിയ പരിഗണനയില്ലായിരുന്നു. അത് തീർച്ചയായും ഈ അപകടത്തിലേക്ക് നയിച്ചു എന്നൊരു വിമർശനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. സമാനമായ പ്രതികരണം പല കോളുകളിൽ നിന്ന് വരികയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിലവിൽ VVIP അതോടൊപ്പം VIP പരിഗണനകളെല്ലാം നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച വരെ അത്തരത്തിലൊരു പരിപാടികളും ഇവിടെ ഉണ്ടാകില്ല. അങ്ങനെ അത്തരത്തിൽ പ്രധാനപ്പെട്ട ആൾക്കൊന്നും ഇങ്ങോട്ട് പ്രവേശനം നൽകേണ്ടതില്ല എന്ന തീരുമാനമാണ് ഉത്തർപ്രദേശ് സർക്കാർ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ കാണുന്നത് ഇത് ഈ കുംഭമേള നഗരിയിലേക്ക് പോകുന്ന പ്രധാന വഴികളാണ്. ഇവിടെ വലിയ വാഹനങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല. അത്തരത്തിൽ ഒരു വാഹനവും ഇങ്ങോട്ട് കടത്തിവിടേണ്ടതില്ല എന്നൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. ആ VIP വാഹനങ്ങളാണെങ്കിൽ പോലും കടത്തിവിടുന്നില്ല. ആംബുലൻസ് അടക്കമുള്ള പ്രധാനപ്പെട്ട സർവീസുകൾക്ക് മാത്രമാണ് ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഒരു പ്രവേശനം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമായും ഈ ജുഡീഷ്യൽ കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ വെച്ചിട്ടുണ്ട്. എത്രയും വേഗം ഈ കമ്മീഷൻ റിപ്പോർട്ട് നൽകും എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. ഇന്നിപ്പോൾ DGP അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് പോവുകയും ചെയ്തു. അത്തരത്തിൽ വളരെ കരുതലോടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ സ്നാനം നടത്താൻ നിരവധി ആളുകൾ വരുന്നു. അവർക്ക് കൃത്യമായി തന്നെ സ്നാനം നടത്തി മടങ്ങുവാനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച വിവാദങ്ങൾ അവസാനിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം ഇന്ന് സുപ്രീം കോടതിയിലേക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട കേസ് എത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. വിദേശികളായ നിരവധി ആളുകളും എന്താണെങ്കിലും കുംഭമേളയ്ക്ക് വേണ്ടി എത്തുന്നുണ്ട്. അവരുടെയൊക്കെ പ്രതികരണം നമ്മൾ ഇന്ന് കേൾക്കുകയും ചെയ്തതാണ്. എന്താണെങ്കിലും കുംഭമേള സജീവമായി തന്നെ ഇന്ന് മുന്നോട്ട് പോയി. ഏറെക്കുറെ 29 കോടി ആളുകൾ ഇതിനോടകം തന്നെ പുണ്യസ്നാനം നടത്തി ഇവിടുന്ന് മടങ്ങിയിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ 1 കോടിക്കടുത്ത ആളുകൾ എത്തിയിട്ടുണ്ടെന്നാണ് ഒരു പ്രാഥമിക കണക്ക് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു മുഴുവൻ കണക്ക് രാത്രിയോട് തന്നെ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും കുംഭമേള സജീവമായി തന്നെ നിയന്ത്രണ വിധേയമായി കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇന്നത്തെ ഒരു കാഴ്ച. ഇന്നലെ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഇന്നലെ കാര്യങ്ങൾ മൊത്തം ഒരു കുത്തഴിഞ്ഞ അവസ്ഥയിലായിരുന്നു. അതാണ് ആ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതായിരുന്നു. ഓക്കെ, താങ്ക് യു നോബൽ. നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു നോബൽ നിൽക്കുന്ന സ്ഥലത്തും പ്രയാഗ്രാജിലും. അവിടെ നിന്ന് എത്ര ദൂരം മുന്നോട്ട് പോയാലാണ് ഈ ത്രിവേണി സംഗമവും ഈ നോസും ഒക്കെ ഉള്ളത്? ഇവിടെ നിന്ന് ഏറെക്കുറെ 2.5 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട് ത്രിവേണി സംഗമത്തിലേക്ക്. അവിടെ നമ്മൾ അല്പം മുമ്പാണ് ഇങ്ങോട്ട് എത്തിയത്. അവിടെ ഈ ആളുകൾക്ക്, അതായത് നിലവിൽ വാഹനങ്ങൾ ഒരു 5 കിലോമീറ്റർ അപ്പുറം മാത്രമാണ് എത്തുന്നത്. അവിടെ നിന്ന് കാൽനടയായിട്ട് വേണം ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ. ഏറെക്കുറെ മൊത്തം ഈ കാട്ടുകൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അതൊരു 3-4 കിലോമീറ്റർ ചുറ്റളവ് വരും. അത്തരത്തിൽ 2 കരകളിലായാണ് കാട്ടുകളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും അങ്ങോട്ടേക്ക് എത്താൻ വലിയ ദൂരമുണ്ട്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ ഒരു പ്രതിസന്ധി ആണെങ്കിലും അതെല്ലാം കൃത്യമായി പരിഹരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ കൃത്യമായി തരണം ചെയ്തുകൊണ്ട് ആളുകൾ പോയി സ്നാനം നടത്തി മടങ്ങുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളൊക്കെ ആളുകൾ ഒരുപാട് പേര് വരുന്നതാണ്. കേസദാ സ്മർത്ത बहुत अच्छा लगा है. ओके, नहीं कोई दिक्कत नहीं. बहुत अच्छा लगा. बहुत अच्छा लगा. सब घूम के आ रहे हैं अच्छे से आ रहे हैं. बहुत ठीक ठाक है. बहुत अच्छा मेला है ये, और योगी जी ने बहुत अच्छा सुविधा दी है यहाँ.
लेकिन अगली बार थोड़ा ख्याल रखना चाहिए। परसों बहुत चेंगरा चेंगरी हुई थी, इसलिए आज थोड़ा भीड़ कम है। किधर से? हम पूना से हैं, बहुत अच्छा लगा। पूना से? पूना महाराष्ट्र से। कितना लोग हैं आप? करीबन 70-80 लोग हैं। നൂറോളം ആളുകൾ എന്താണെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ വലിയ ജനക്കൂട്ടങ്ങൾ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ അരുൺ ഞാൻ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷേ നിലവിൽ അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇവരുടെ ഒരു സന്തോഷ പ്രകടനമൊക്കെ നമ്മൾ കാണുന്നതാണ്. താങ്ക് യു. ഗുഡ് നൈറ്റ് നോബൽ മാരിക്കാരൻ. നോബലാണ് പ്രയാഗ്രാജിൽ നിന്ന് തത്സമയം പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിച്ചത്. 25ഓളം സെക്ടറുകളിലായിട്ടാണ് 4000 ഏക്കറുകളിൽ പരന്നു കിടക്കുന്ന വലിയ പ്രയാഗ്രാജിലെ സ്നാനഘട്ടങ്ങളുള്ളത്. അവിടെയാണ് ഇന്നലെ തിക്കിലും തിരക്കിലും പെട്ട 30 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്.